ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ചക്കയൊന്നും നമുക്ക് എല്ലാ കാലത്തും കിട്ടാറില്ലല്ലോ. അതൊക്കെ ഓരോ സീസണിൽ മാത്രമല്ലേ നമുക്ക് കിട്ടാറുള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് അടിപൊളി ഒരു ഹൽവ ഉണ്ടാക്കിയാലോ. ചൂടായി വരുന്ന പാത്രത്തിലേക്ക് ഒരു 1/2 കിലോ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് നമ്മുടെ ശർക്കര പാനി ഒന്ന് റെഡിയാക്കി എടുക്കാവേ. നമ്മുടെ ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചൊഴിക്കാം. എങ്കിൽ മാത്രമേ ഇതിനകത്ത് അഴുക്കൊക്കെ പോയി കിട്ടത്തുള്ളൂ. ഇതേപോലെ അടികട്ടിയുള്ള ഒരു പാത്രത്തിൽ വേണം നമുക്ക് ഹൽവ തയ്യാറാക്കി എടുക്കാൻ കേട്ടോ. അപ്പം നമുക്ക് ഒരുപാട് നേരം ഇളക്കേണ്ടതൊക്കെയാണ്. അതുകൊണ്ടാണ് അടികട്ടിയുള്ള പാത്രം തന്നെ വേണമെന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരു 3 ടീസ്പൂൺ ഗോതമ്പ് പൊടിയിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്തൊന്ന് ഇളക്കിയെടുക്കാവേ, കട്ട കെട്ടാതെ. നമ്മളുണ്ടാക്കുന്ന ചക്ക ഹൽവയാണല്ലേ, ആ ഒരു ചക്ക ഹൽവയ്ക്ക് കട്ടി തീരെ കുറവായിരിക്കും. ഇതിനൊരു ചെറിയൊരു കട്ടി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നത്. മൈദയാണേലും മതി, അരിപ്പൊടിയാണേലും കുഴപ്പമില്ല. കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതേപോലെ നന്നായിട്ട് കട്ടയൊന്നും കൂടാതെ ഇളക്കിയെടുക്കണം. കണ്ടില്ലേ, റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മാവ് അത്യാവശ്യം ലൂസായിരിക്കണം. അപ്പം നല്ലവണ്ണം വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരു 1/2 കപ്പ് വെള്ളം. കണ്ടില്ലേ, അപ്പം നന്നായിട്ട് ലൂസായിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഹൽവ റെഡിയാക്കി എടുക്കുന്നത് ആ പാത്രത്തിലേക്ക് നമുക്ക് നമ്മുടെ ശർക്കര പാനി ഒന്ന് ഒഴിച്ചു കൊടുക്കാവേ. കണ്ടില്ലേ, ഇത്രയും പൊടി ഉണ്ടായിരുന്നു അതിൽ. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ചക്ക ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഗോതമ്പിന്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. നമ്മൾ സ്റ്റൗവിൽ വെക്കുന്നതിന് മുമ്പാണ് ഇങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ഒരു സമയത്ത് തന്നെ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. ഈ ഒരു സമയത്ത് ചേർക്കുന്നുണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇത് തുടക്കം മുതലേ വേവുന്ന സമയത്ത് ഈ ഒരു ഏലക്കയുടെ ഫ്ലേവർ നമ്മുടെ ഈ ഒരു ഹൽവയിൽ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കി ഇത് കുക്ക് ചെയ്യാം. കൈവിടാതെ ഇളക്കി കൊടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം ചെറിയ തിള വരുന്നുണ്ട്. നമുക്ക് കൈ വിടാതെ തന്നെ ഇളക്കി കൊടുക്കാം. ഓരോ സമയം ഇങ്ങനെ തിളയ്ക്കുന്തോറും ഇതിൻ്റെ നിറം മാറിക്കൊണ്ടിരിക്കും കേട്ടോ. കണ്ടേ, പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്ക്, ഇത്രയൊരു കുറുക്കൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് നെയ്യ് തൂവി കൊടുക്കാം. ആദ്യം കുറച്ച് നെയ്യ് തൂവി കൊടുക്കാം. നന്നായിട്ട് സൂക്ഷിക്കാം കേട്ടോ, അടിക്ക് പിടിക്കാതെ. പൊട്ടിത്തെറിക്കുന്നുണ്ട്. സ്റ്റൗ ആയതുകൊണ്ട് തന്നെ നടുക്കുവശത്ത് നന്നായിട്ട് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കൈ വിടാതെ ഇളക്കണമെന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് ഹൈ ഫ്ലെയിമിൽ നിന്ന് കുറച്ച് താഴെയാക്കാം നമ്മുടെ ഫ്ലെയിം. ഇതെന്തായാലും ഒരു 1.5 മണിക്കൂറത്തെ പരിപാടിയാണ് കേട്ടോ. കൈവിടാതെ തന്നെ ഇളക്കണം.
നമ്മുടെ ഈ ഒരു ഹൽവ നമ്മുടെ ഈ ഒരു പാനിൽ നിന്ന് വിട്ട് വരുന്നതാണ് കണക്ക്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഒന്നും ആയിട്ടില്ല കേട്ടോ, ഇളക്കണം. ഇതിൽ നിന്ന് നമ്മുടെ നെയ്യൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം. കുറച്ചുകൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഈ അൽമയുടെ ഒരു നിറമൊക്കെ മാറി വരണം കേട്ടോ. ഓരോ സമയം കഴിയുന്തോറും നിറം മാറിക്കൊണ്ടിരിക്കുക, ഡാർക്കായിക്കൊണ്ടിരിക്കും. ഈ ഒരു സമയത്ത് നമുക്ക് മറ്റൊരു പാനിൽ കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് അപ്പുറത്തെ പാൻ കേട്ടോ. തേങ്ങാക്കൊത്ത് വറക്കുമ്പോഴും നമ്മളിതാ നമ്മുടെ ഹൽവ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കുവേ. തേങ്ങാക്കൊത്ത് ചേർക്കേണ്ടവർക്ക് ചേർക്കാം, നട്ട്സ് മാത്രമേ ഉള്ളെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു പരുവത്തിൽ നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാതെ. അതാകുമ്പോൾ ഇടയ്ക്കും നമുക്കിത് കഴിക്കാനായിട്ട് കിട്ടും, ഈ ഒരു കടിക്കാനായിട്ട് ഈ ഒരു തേങ്ങാക്കൊത്ത് കിട്ടും. ഇനി നമുക്ക് നെയ്യിൽ കുറച്ച് നട്ട്സും കൂടെ വറുത്തെടുക്കാം. അത് നമ്മൾക്ക് ലാസ്റ്റ് ചേർക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നെയ്താ ഇതേപോലെ ഇങ്ങനെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഇളക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ ഈ പാത്രത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ ഹൽവ ഇങ്ങനെ വിട്ട് വരുന്നൊരു പരുവത്തുള്ളേ. അപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഒരു വരി വരയ്ക്കുമ്പോൾ കണ്ട ഒരുമിച്ച് വരണം. കണ്ടില്ലേ, ഇങ്ങനെ നടക്കുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് പോരണം. ഇതാണ് കണക്ക്. ഇനി നമുക്ക് നെയ്യ് തൂത്ത് വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിലേക്കോ പ്ലേറ്റിലേക്കോ നട്ട്സ് ഇനി നമുക്ക് ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഹൽവ ഇതേപോലെ ആ പാത്രത്തിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്കിതാ നെയ്യ് തൂത്ത ഒരു സ്പൂൺ കൊണ്ട് നമുക്കിങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് മുഴുവനായിട്ടും ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ആറിയിട്ട് നമുക്ക് മറിച്ച് കൊടുക്കാം കേട്ടോ. ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമ്മുടെ ഹൽവ റെഡിയാവും. അപ്പം നമുക്ക് ഇനി തണുത്തതിന് ശേഷം കാണാം കേട്ടോ നമ്മുടെ ഹൽവ. നമ്മുടെ ഹൽവ ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതാ ഇതേപോലെ ഒന്ന് വിടുവിച്ച് കൊടുക്കണം എല്ലാറ്റും. തണുത്ത് കഴിയുന്നതുകൊണ്ട് ഇച്ചിരി കൂടി ഡാർക്ക് കളറാവും കേട്ടോ. കണ്ടില്ലേ. ഇനി നമുക്കിത് മറ്റൊരു പ്ലേറ്റിലേക്ക് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാവേ. തണുത്തതിന് ശേഷം മാത്രമേ നമ്മളിങ്ങനെ ചെയ്യാൻ പാടുള്ളൂ, എങ്കിൽ മാത്രമേ ഇതിങ്ങനെ പാത്രത്തിൽ നിന്ന് വിട്ടു വരികയുള്ളൂ. അപ്പോൾ കണ്ടില്ലേ, അടിപൊളിയായിട്ട് നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത് കണ്ടില്ലേ, കുറേ നേരം കൂടി വെക്കുമായിരുന്നെങ്കിൽ ഒന്നും കൂടി കട്ടിയായേനെ. ഞാൻ അധികം നേരം വെച്ചിട്ടില്ല, ഒന്ന് തണുക്കാനുള്ള സമയം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതുവരെ നിങ്ങൾ ചക്ക കൊണ്ട് ഇങ്ങനൊരു ഹൽവ റെഡിയാക്കി എടുത്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് തയ്യാറാക്കി കഴിച്ച് നോക്കണം. അടിപൊളി എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഓക്കെ, ബൈ.